വർഷങ്ങൾക്ക് ശേഷം ട്രാക്കിൽ ചീറിപ്പായാൻ ഒരുങ്ങുകയാണ് തല അജിത്ത്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആരാധകരുടെ സ്വന്തം തല അജിത്ത് തന്റെ പ്രിയപ്പെട്ട മോട്ടോർ സ്പോർട്സിലേക്ക് തിരിച്ചു വരികയാണ്. അജിത്തിന്റെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരിൽ ചിലർക്ക് മാത്രമാകും അദ്ദേഹം ഇന്റർനാഷണൽ ലെവൽ വരെ മത്സരിച്ചിട്ടുള്ള ഒരു മോട്ടോർ സ്പോർട്സ് താരമാണെന്ന് അറിയാവുന്നത്. സിനിമകളിൽ കാറിലും ബൈക്കിലും അജിത്ത് നടത്തിയ സാഹസങ്ങൾ ആരാധകരെ കോരിത്തരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയ്ക്കൊപ്പം തന്നെ പ്രിയപ്പെട്ടതാണ് മരണവേഗത്തിൽ പായുന്ന ഈ പാഷൻ. റേസ് ചെയ്യുമ്പോൾ മാത്രമാണ് താൻ പൂർണ്ണത അനുഭവിക്കുന്നതെന്ന് താരം പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. 2002 നാഷണൽ ഫോർമുല ഇന്ത്യ സിംഗിൾ സീറ്റർ ചാമ്പ്യൻഷിപ്പിൽ തുടങ്ങി ഫോർമുല BMW ഏഷ്യ ചാമ്പ്യൻഷിപ്പിലും ബ്രിട്ടീഷ് ഫോർമുല 3യിലും ദി യൂറോപ്യൻ ഫോർമുല 2 ചാമ്പ്യൻഷിപ്പിലും വരെ എത്തി നിൽക്കുന്നതാണ് താരത്തിന്റെ കാർ റേസിംഗ് ഭ്രമം. മത്സരയോട്ടങ്ങൾക്കിടയിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന ആക്സിഡന്റുകളും പലപ്പോഴായി അജിത്തിന് സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് താൽക്കാലികമായെങ്കിലും അദ്ദേഹത്തിന് തന്റെ ഇഷ്ടവിനോദം ഉപേക്ഷിക്കേണ്ടിയും വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ അജിത്ത് വീണ്ടും സ്പോർട്സ് കാറുകളുടെ മത്സരയോട്ടത്തിന്റെ ലോകത്തേക്ക് മടങ്ങി വരികയാണ്. സ്പെയിനിലെ സർക്യൂട്ട് ഡി ബാഴ്സലോണ കാറ്റലൂനിയനിൽ തന്റെ റേസിംഗ് കരിയറിലെ അടുത്ത അധ്യായം എഴുതാനാണ് അജിത്ത് ഇനി എത്തുന്നത്. അജിത് കുമാർ എന്ന് നാമകരണം ചെയ്ത തന്റെ കാറിനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇത്തവണ റേസിംഗ് മാത്രമല്ല, ടീമിന്റെ ഉടമ കൂടിയാണ് അജിത്ത്. 24H ദുബായ് 2025 ആൻഡ് യൂറോപ്യൻ 24H സീരീസ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനാണ് ടീം അജിത് കുമാർ തയ്യാറെടുക്കുന്നത്.